ഗൈസ് വെൽക്കം ബാക്ക് ഡയമണ്ട് കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ അനിയത്തിയുടെയൊക്കെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ നമുക്ക് പോണ വഴിക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടിട്ടുള്ള ബെല്ലൈക്കൻ ഞെക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോക്ക് പോകും. ഗായ്സ് അപ്പം നമ്മൾ അവൾക്കൊരു ടോപ്പ് എടുത്തു കേട്ടോ, ഒരു മെറ്റൻറ്റി വെയർ എടുത്തു. വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ഏട്ടനും പെണ്ണും കാറിൽ തന്നെ ഇരുന്നു. ഞാനും ചെക്കനും മാത്രം പോയി എടുത്തുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെറ്റൻറ്റി വെയർ. ഇനി മനുവിനൊരു ഷർട്ടും കൂടെ എടുക്കണം കേട്ടാ. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ അമ്മായി അതെ, നിങ്ങളുടെ ഞാനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇതാണ് സർപ്രൈസ്. ആദി കുഞ്ഞി നിന്റെ കൂടെ കേറാണ്, നിന്റെ അടുത്ത് കൂടെ വരിക. ആദി നീ കേറുന്ന കണ്ടിട്ടാണോ കമ്മിറ്റി കേറുന്നത്? പിള്ളേർക്കൊക്കെ ആദ്യം കൊടുക്കേ. അതെ, ഒരാള് അപ്പുറത്ത് നിക്കണ ഒരാള്. കുറച്ച് കേക്ക് കൊടുക്കേ. അവൻ കുറച്ച് കൊടുക്കുക, ഒരു പീസ്. ഞാൻ കൊടുക്കാം. എന്താടാ നീ എത്ര തന്നാ മതി? അയ്യോ നീ കൊടുക്കുന്നില്ലല്ലോ, മമ്മി കൊടുത്തോ? ഓക്കേ. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. എന്താണ് എക്സ്പീരിയൻസ്? ഇത് ആണുങ്ങൾക്കൊക്കെ ഇതന്നെ പറയാനുള്ളൂ. എവിടെ അവളുടെ എക്സ്പീരിയൻസിനെ കൂടെ എടുക്കാം. വേണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു കയ്യോ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. ഇനിയുള്ള എല്ലാം. അതെ, പുതു തലമുറയ്ക്ക് ഞങ്ങളുടെ മക്ക മെസ്സേജ് എല്ലാവരും പെട്ടെന്ന് കേട്ടു. ഞങ്ങളെ പോലെ നിങ്ങളെ അനുഭവിക്കണ്ടേന്ന്. അതെ അതെ. ഓ, ഇതാണ് മാതൃകാ കപ്പിൾസ്. പാറയിലെ മാതൃകാ കപ്പിൾസ് ആണ് അല്ലേ? ഓ, അത്ര മാതൃക വേണ്ട. താല്പര്യമില്ല ഇരിക്കുന്നത്. അതെ, ഒരാള് മതി. എന്തിനാണ് ഞങ്ങളുടെ ഫാമിലി പറയാണ്ട് അഖിലെ കണ്ട് പഠിക്കണം, അഖിലിനെ കണ്ട് പഠിക്കണം എന്നാ പറയാറ്. എല്ലാരും പറയാറില്ലേ? പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ദാമ്പത്യ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും അപ്പനെ പോലെ ജീവിച്ചോളൂ. പക്ഷെ അനുഭവം വെച്ച് ഞാൻ പറയണം, ആരും അപ്പനെ പോലെ ആവണ്ട. അതെ, അപ്പനെ പറഞ്ഞാൽ ഇവിടെ അമ്മായിക്ക് പൊള്ളുന്നു. ഞങ്ങൾ
അമ്മൂന്റെ വെഡിങ് അപ്പോൾ ഗായ്സ് നമ്മൾ അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ് വീടെത്തി. രാത്രി ലേറ്റായി 11 മണി 10:30 എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ പറയുന്നത്. സൗണ്ടൊക്കെ പോയി ഗൈസ്. വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും ഏട്ടനും തന്നെയായിരുന്നു. പിന്നെ സി ചേച്ചിയും വിവേകാട്ടനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ മാമൻ്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ തൊട്ടപ്പുറത്തുള്ള കുറച്ചപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ ആയിരുന്നു കേട്ടോ. ജസ്റ്റ് കേക്ക് മുറിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുഡൊന്നും നമ്മൾ തന്നെ ഇവിടുന്ന് ബീഫൊക്കെ മേടിച്ച് നമ്മളെല്ലാവരും കൂടെ തന്നെ കറിയൊക്കെ വെക്കുകയായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് പിന്നെ ഞങ്ങളും കൂടെ ചെന്നിട്ടാണ് ഞാനും മഞ്ചേച്ചിയും കൂടെയാണ് കറിയൊക്കെ സെറ്റ് ചെയ്തത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മനുവേട്ടനൊരു ഷർട്ടും അതുപോലെ തന്നെ അവൾക്കൊരു മെറ്റേണിറ്റി വെയറാണ് വാങ്ങിയത്. അതും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഏട്ടൻ കാറിലിരുന്നു, ഞാനും ചക്കനും കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരു സെയിം കളറ് ആണ് മനുവേട്ടന് ഇഷ്ടപ്പെട്ട് പറഞ്ഞു. അവൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കുറേയേറെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ കുക്ക് ചെയ്യാൻ പോയി. വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച ആൾ അവരുടെ അടുത്തൊക്കെ സൊറ പറഞ്ഞിരുന്നുകൊണ്ട് വീഡിയോ കുറേയൊന്നും അവിടുത്തെ മൊമെൻറ്റ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ഇല്ല. ഒന്നാമത് അവൾക്ക് ഇപ്പോൾ 7ാം മാസമാണ്. അപ്പം വലിയ ട്രാവലൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും വലിയ ആഘോഷങ്ങളൊന്നും ആക്കാൻ പറ്റാത്തത് കൊണ്ടും ചെറിയ സിമ്പിൾ സെലിബ്രേഷൻ ആയിരുന്നു. ഇനിയിപ്പോൾ അപ്പം സർപ്രൈസ് ഇന്നലെയാണല്ലോ പൊട്ടിച്ചത്. അവൾക്കിപ്പോൾ 7 മാസമായി. നമ്മൾ ഫെബ്രുവരി 10-ാം തീയതി ഫെബ്രുവരി ആകുമ്പോൾ 7 മാസമാകും. അപ്പോൾ ഫെബ്രുവരി 10-ാം തീയതി നമ്മൾ അവളെ വിളിച്ചിട്ട് വരികയാണ്. അവളുടെ 7-ാം മാസത്തെ ചടങ്ങ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങാണ്. അപ്പം അതായിരുന്നു ഒരു സർപ്രൈസ്. അവർ റിവീൽ ചെയ്താൽ നമ്മൾ റിവീൽ ചെയ്യണത് മോശമല്ലേ. അതുകൊണ്ട് അവളും ഈ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് അവൾ റിവീൽ ചെയ്തത്. അപ്പോൾ അവൾ റിവീൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാനും പറഞ്ഞില്ല. കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആയിരിക്കണം, പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവൾ വർക്ക് ഫ്രം ഹോമാണ്. വീട്ടിലിരുന്ന് തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണത്. എന്തായാലും ഒരുപാട് സന്തോഷം. അവരുടെ മീൻസ് വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ പോകാൻ പറ്റി, എന്താ പറയുക, ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ അറിഞ്ഞതിൽ പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് പുതിയൊരു അതിഥിയും കൂടെ വരാൻ പോണ്. അതിൻ്റെ വലിയൊരു സന്തോഷം നമുക്കുണ്ട്. എന്താ പറയുക, ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവളെ ഫസ്റ്റ് എന്നെ മീൻസ് അവൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെയാണ് വിളിക്കാറ്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നണം ഞാൻ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളെനിക്കിത് അയച്ചു തരണത്. എടി ഇവനെ പോസിറ്റീവാണെന്ന് തോന്നുന്നതുകൊണ്ട് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഒരു അപ്പോഴത്തെ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ വിചാരിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത്. കാരണം അവളും വർക്ക് ചെയ്യണതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോഴൊന്നും ഉണ്ടാവില്ല, അവർ മെല്ലെയൊക്കെ പ്ലാൻ ചെയ്യുള്ളൂ എന്നാണ് വിചാരിച്ചത്. അവൾ ബാംഗ്ലൂരല്ലേ വർക്ക് ചെയ്യണം, അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുമെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പെട്ടെന്നായപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. കാരണം നമ്മുടെ ഫാമിലിയിലും പുതിയൊരാളും കൂടെ വരാൻ പോവാണ്. അതിൻ്റെ വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അതാണ് ഇതാണ് അങ്ങനെ ചെയ്യിക്കുന്നൊക്കെ പറയും. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്, എല്ലാവർക്കും നല്ല സന്തോഷം. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വിൽത്തറി കൊടുക്കാൻ പോവുക, അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നു, അതിന് പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ആ സമയത്ത് അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചു. അവരെന്നെ ആദ്യം റിവീൽ ചെയ്യട്ടെ. അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ റിവീൽ ചെയ്യാമെന്നൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് അവർ റിവീൽ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ വിൽത്തറിയൊക്കെ ഇതിനു മുമ്പ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അവിടെ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അവൾക്ക് മെയ്യിലാണ് ഡേറ്റ് വരുന്നത്. മെയ് 16-ാം തീയതി ഒക്കെ ആയിട്ട് 16-17 എന്തോ ആണ് അവൾക്ക് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനൊരു അമ്മയാവാൻ പോണു, ഏട്ടനൊരു മാമനാവാൻ പോണു, പിള്ളേർക്കൊക്കെ ഒരു കുട്ടി അനിയനാണോ അനിയത്തിയാണോ അല്ലേ ആരൊക്കെയോ വരാൻ പോകണു എന്നുള്ളൊരു സന്തോഷമാണ്. പിന്നെ മനുവേട്ടൻ, ഇപ്പം ഞാൻ അവളെക്കുറിച്ച് പറയണേക്കാളും കൂടുതൽ മനുവേട്ടനെ കുറിച്ച് പറയണം. ഞങ്ങൾക്ക് പറ്റിയൊരു വൈബുള്ള ഒരാളാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിക്ക് ഞങ്ങൾക്ക് കിട്ടിയത്. ആളെല്ലാത്തിനും നമ്മുടെ ഒപ്പം നല്ല വൈബ് അടിച്ച് നിൽക്കാൻ പറ്റിയ. അമ്മ പിന്നെയും കുറച്ച് ഒരു ഇതാണെന്നുണ്ടെങ്കിലും മീൻസ് അവളെക്കാൾ വൈബാണ് മനുവേട്ടൻ്റെ ഒപ്പം സംസാരിച്ചിരിക്കാൻ. ആളെപ്പോഴും വർത്താനം പറയുന്ന ഒരു ടൈപ്പാണ്. ഞങ്ങളും ലക്കിയാണ് ആളെപ്പോലെ ഒരാളെ ഞങ്ങളുടെ ഫാമിലിയിലേക്കും കിട്ടിയത്. പിന്നെ ഞാനും മനുവേട്ടനും കമ്പനിയൊക്കെ അങ്ങനെ വിളിയും പറച്ചിലൊന്നും ഇല്ലെങ്കിലും വന്നൊക്കെ കഴിഞ്ഞാൽ നല്ല മിണ്ടലും പറച്ചിലൊക്കെയാണ്. എന്താപ്പാ എന്താ ഹായ് നോക്ക്, ഹായ് പറയും എല്ലാവരുടെ അടുത്തും, ഹലോ പറയും.
വയനാട്ടിൽ പിന്നെ പിള്ളേരുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിന് ചെറുതിന് വലുതിന് ചേട്ടാന്നാണ് വിളിക്കുക. അവള് അമ്മയുടെ ചേട്ടാന്ന് വിളിക്കാണ്, അമ്മയാന്നാണ് വിളിക്കുക, അമ്മയുടെ ചേട്ടൻ എന്നാണ് പറയുക. മനുവേട്ടന് അവൾക്കും ഭയങ്കര കാര്യമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഫാമിലി ആണെങ്കിലും നല്ല അടിപൊളി വൈബ് ഫാമിലിയാണ്. നല്ല നമ്മുടെയൊക്കെ ഒപ്പം നമ്മുടെ വൈബിനൊക്കെ അനുസരിച്ച് നിൽക്കാൻ പറ്റിയ ഫാമിലിയാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. പിന്നെ അത്രയൊക്കെയുള്ളൂ. പിന്നെ ഞങ്ങൾ പോയി വന്ന് ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് ഔട്ട്രോ വേറെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവനെന്താ കരയാൻ തുടങ്ങി. അടുത്ത നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ടാറ്റാ. അപ്പോൾ ബൈ ഗൈസ്.